യെസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോർ പെയേഴ്സ് എന്ന പാർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ബോക്സ് സെക്കൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ബോക്സ് 1 ഉണ്ട്, ഒരു ബോക്സ് 1 ഉണ്ട്, ഒരു ബോക്സ് 2 ഉണ്ട്, രണ്ട് ബോക്സുകളുണ്ട്. ഒന്നാമത്തെ ബോക്സിൽ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. എത്ര ബ്ലാക്ക് ഉണ്ട്? ഒന്നാമത്തെ ബോക്സിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 25. എത്ര വൈറ്റ് ഉണ്ട്? എത്ര വൈറ്റ് ഉണ്ട്? 5. രണ്ടാമത്തെ ബോക്സിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? എത്ര ബ്ലാക്ക് ഉണ്ട്? എത്ര ബ്ലാക്കാ? 10. എത്ര വൈറ്റ് ഉണ്ട്? എത്ര വൈറ്റ് ഉണ്ട്? 40. നമ്മൾ എപ്പോ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ടോട്ടലും താഴെ എഴുതിയേക്കണം. ഇവിടെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 30. ഇവിടെ ടോട്ടൽ എത്രയാണ്? 50. ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ടോട്ടൽ പേഴ്സ് അല്ലെങ്കിൽ പോസിബിൾ സെലക്ഷൻ നിങ്ങൾ കാണണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ടോട്ടൽ പേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പോസിബിൾ സെലക്ഷൻ കാണാൻ ടോട്ടലും മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 3 × 5 15. 15 ഇടുക, 2 0 ഇട്ട് കൊടുക്കുക. അല്ലാതെ അത് മൾട്ടിപ്പിൾ ചെയ്യാൻ പോകുന്നു വേണ്ട, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നേരെ നോക്കിയിരുന്നോളൂ. എ ക്വസ്റ്റ്യൻ രണ്ടും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ ബ്ലാക്കും മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ, ഇവിടെ ബ്ലാക്കും വരയ്ക്ക് 25ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ ബ്ലാക്കും 25 10 മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടല് താഴെ എഴുതുക. 25 × 10 എന്ന് പറഞ്ഞാൽ 250/150 എന്ന ആൻസർ വരും. ഈ ആൻസർ ആയിരിക്കും എ ക്വസ്റ്റ്യന്റെ ആൻസർ. ബി ക്വസ്റ്റ്യന്റെ ആൻസർ കുറച്ചേലും ബുദ്ധിമുട്ടുള്ളൂ. എ ബ്ലാക്ക് ബോൾ ഫ്രം ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ബോക്സ് ബ്ലാക്ക്. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ബോക്സ്. അതിന്ന് ബ്ലാക്ക്. വൈറ്റ് ഫ്രം സെക്കൻഡ് ഇത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്കും സെക്കൻഡ് ബോക്സിൽ നിന്ന് വൈറ്റും ആണ് ചെയ്യേണ്ടത്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടല് താഴെ എഴുതുക. 25 × 40 എഴുതുക. ടോട്ടല് താഴെ എഴുതുക. സോ 25 × 40 ചെയ്യുമ്പോൾ നമുക്കറിയാം 25 × 4 ചെയ്ത് നോക്കുക. ആദ്യം 25 × 4 100 അല്ലേ? 100 ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ഒരു 0 പെൻഡിങ് ഉണ്ട്, ആ 0 ഇട്ട് കൊടുക്കുക. 1500 താഴെ എഴുതുക. അടുത്തത് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് എന്ന് ചോദിച്ചാലേ 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ എത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഈ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക്, ഈ ബോക്സിൽ നിന്ന് ഒരു വൈറ്റ്, ഈ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക്, ഈ ബോക്സിൽ നിന്ന് ഒരു വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ പോലെ ചെയ്യാം. സി ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. 25 × 40 കണ്ടോ, ഈ 25ഉം 40 മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഏതാ 10 × 5 മൾട്ടിപ്ലൈ ചെയ്യാം. എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി താഴെ എഴുതണം. സോ 25 × 40 ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 1000 അല്ലെ? 1000 പ്ലസ് 10 × 5 ചെയ്താൽ എത്രയാണ്? 50/1500. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുക? 1000ഉം 50ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 1050/1500 എന്ന് ആൻസർ കിട്ടും. ഇതാണ് SSLC എക്സാമിന് 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്. ഈ അവസാനത്തെ ഒന്നുകൂടി നോക്കിക്കോ. 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ബ്ലാക്ക് വൈറ്റ് ക്രോസ് ചെയ്യാണ് വേണ്ടത്. പിന്നെ അതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫസ്റ്റ് ബോക്സിൽ നിന്ന് വൈറ്റും അല്ല, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് കണ്ടോ, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക്, സെക്കൻഡിൽ നിന്ന് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, അതാണ് ഇവിടെ മൾട്ടിപ്ലൈ 25ഉം 40ഉം കണ്ടോ, 25ഉം 40ഉം. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. എക്സാമിന് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.